എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ടിനി. ലിപ് പിഗ്മെന്റേഷനെ പറ്റിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് നമ്മുടെ ചുണ്ടുകൾക്കുണ്ടാവുന്ന പിഗ്മെന്റേഷൻ. അപ്പോൾ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ളതും പിന്നെ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതുമാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം കാരണങ്ങൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ വിറ്റമിൻ ഡെഫിഷ്യൻസി ആണ്. അത് ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് ഏത് തരം വിറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ടാണ് നമ്മൾക്കത് വരുന്നത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിന്റെ സപ്ലിമെന്റ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ അത് കൂടുതലായിട്ട് കിട്ടുന്ന ഭക്ഷണങ്ങൾ പദാർത്ഥങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തി ആ ഡെഫിഷ്യൻസി മാറ്റേണ്ടതാണ്. അടുത്തതെന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ്. അതായത് നമ്മൾ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാത്തത് മൂലം നമ്മുടെ ചുണ്ടുകൾ വരണ്ട് ഉണങ്ങി അതുമൂലം പാടുകളും മുറിവുകളും ഒക്കെ ഉണ്ടായി പിഗ്മെന്റഡ് ആവാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് അയൺ ഇൻടേക്ക് ആണ്. അതായത് ഒന്നിൽ നമ്മൾ അയൺ സപ്ലിമെന്റ് എന്തെങ്കിലും കഴിക്കുന്നത് മൂലമോ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ നമ്മൾ അയൺ കണ്ടന്റ് ഉള്ള ആഹാരങ്ങൾ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഇരുമ്പ് ശരീരത്തിൽ വളരെയധികമായിട്ട് ആഗീകരണം ചെയ്യും. അങ്ങനെ പിഗ്മെന്റഡ് ആവാനും സാധ്യതയുണ്ട്. പിന്നെ ഹൈപ്പർ പിഗ്മെന്റേഷന്റെ ഭാഗമായിട്ട് അതിപ്പം നമ്മൾ ഒരുപാട് സൂര്യപ്രകാശം ഏൽക്കേണ്ട സാഹചര്യം വരികയാണെങ്കിലോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടാകുകയാണെങ്കിലോ അങ്ങനെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം അതിനോട് സംബന്ധമായിട്ട് ചുണ്ടുകൾ ഇങ്ങനെ കറുത്ത അല്ലെങ്കിൽ ബ്രൗൺ കളറിൽ കാണപ്പെടാറുണ്ട്. പിന്നെ അലർജിയാണ്. അതായത് നമ്മൾ ചുണ്ടിലിടുന്ന ലിപ്സ്റ്റിക്കിന്റെ അലർജി അല്ലെങ്കിൽ മേക്കപ്പിന്റെ അലർജി, പിന്നെ ഡൈ ചെയ്യുന്നവരിൽ അതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ട് ഇത് കാണാറുണ്ട്. പിന്നെ ടൂത്ത് പേസ്റ്റിന്റെ അലർജിയും ഇതിനൊരു കാരണമാണ്. പിന്നെ ഹോർമോണൽ ഡിസോർഡേഴ്സ്, അതായത് ഹോർമോണൽ ഇംബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലക്ഷണമായിട്ട് ലിപ്പ് പിഗ്മെന്റഡ് ആയിട്ട് കാണാറുണ്ട്. പിന്നെ സിഗരറ്റ് സ്മോക്കിങ്ങോ ആൽക്കഹോളോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നവരിലും ചുണ്ടുകൾ കറുത്ത പാടുകൾ അല്ലെങ്കിൽ ഡാർക്കായിട്ട് കണ്ടുവരാറുണ്ട്. പിന്നെ നമ്മൾ നാക്കുകൊണ്ട് ചുണ്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് നനച്ചു കൊടുക്കുന്ന ഒരു സ്വഭാവം ചിലർക്കുണ്ട്, ഇങ്ങനെ നാക്ക് ഇങ്ങനെ ചുണ്ടിൽ തട്ടുന്നത്. അപ്പൊ അതുമൂലവും നമ്മുടെ ചുണ്ടിങ്ങനെ പിഗ്മെന്റഡ് ആയിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ എന്തൊക്കെ ചെയ്തതിനെ മാറ്റാൻ പറ്റുമെന്നാണ് അടുത്തത് പറയുന്നത്. ആദ്യം തന്നെ നെയ്യ് അല്ലെങ്കിൽ ആൽമണ്ട് ഓയിലാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ രാത്രി കിടക്കാൻ തരം ചുണ്ടിൽ പുരട്ടുക. അടുത്തതായിട്ട് കുങ്കുമാതി തൈലമാണ്. ഇതും രാത്രി കിടക്കാൻ തരം ചുണ്ടി പുരട്ടുന്നതും വളരെയധികം നല്ലതാണ്. പിന്നെ ചുണ്ടി പുരട്ടാൻ പറ്റുന്നതാണ് തേനും ഇതുപോലെ തന്നെ കിടക്കുമ്പോൾ ചുണ്ടി പുരട്ടിയിട്ട് കിടക്കുക. 1 ടീസ്പൂൺ തേൻ നമുക്ക് ഓൾട്ടർനേറ്റ് ഡേയ്സ് കഴിക്കാവുന്നതാണ്. അടുത്തതാണ് വാൾനട്ടിൽ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊളാജനെ ഇത് വർദ്ധിപ്പിക്കും. നമ്മുടെ ത്വക്കിനും ചുണ്ടിനും ഒക്കെ വളരെയധികം നല്ലതാണ്. അപ്പം ഒന്നിൽ നമുക്ക് കുതിർത്തിട്ട് അത് കഴിക്കാം. അതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് പേസ്റ്റ് ആക്കിയിട്ട് ചുണ്ടിൽ പുരട്ടാൻ പറ്റുന്നത്. പിന്നെ ഉള്ളതാണ് തൈര് നമുക്ക് കഴിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ കുങ്കുമത്തിന്റെ പൂ ഉണങ്ങിയത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിൻ്റെ ഒരു ചെറിയൊരു ഇതളും ഈ തൈരിനകത്ത് കുറച്ചു നേരം ഇട്ട് വെക്കുമ്പം തൈര് ഒരു ചെറിയ മഞ്ഞ കളർ